മലോസ് ബില്ലുസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. തായ്ലൻഡ് സീരീസിന്റെ 13ാമത്തെ വീഡിയോ ആണിത്. നമ്മളിന്ന് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഹോട്ടൽ റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. തായ്ലൻഡ് വന്നിട്ട് പട്ടായിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ പ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻസ് അടങ്ങിയ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. നമ്മളിപ്പോൾ ഉള്ളത് പട്ടായിലെ ഗോൾഡൻ ബീച്ച് ഹോട്ടലാണ്. ഈ ഹോട്ടലിനെ കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രത്യേകത എന്നുള്ളത്. പക്ഷേ ഈ ഹോട്ടൽ 5 സ്റ്റാറും അല്ല 4 സ്റ്റാറും അല്ല 3 സ്റ്റാർ ഹോട്ടലാണ്. കാരണം തന്നെ അതിമനോഹരമായിട്ട് തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ആനയുടെ 2 പ്രതിമകൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഗോൾഡൻ ബീച്ച് ഹോട്ടൽ എന്നുള്ള പേരിൽ ഒരു ബോർഡ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കുന്നത് പതിവാണ്. നമ്മുടെ റൂം നേരത്തെ ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് അധികം അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കറൻസി ആയിട്ട് തായ് ബാത്ത് പിന്നെ $2 2 മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നതാണ് വിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ലോബി. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലോബിയാണ്. ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണെങ്കിലും നമുക്കൊരു 4 സ്റ്റാർ ഹോട്ടലിൽ നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. സുഹൃത്തുക്കളെ, നേരത്തെ ഞാൻ പറഞ്ഞത് കറൻസി ആയിട്ട് കൊടുക്കുകയാണെങ്കിലാണ് ഒരു തായ് ബാത്ത് അല്ലെന്നുണ്ടെങ്കിൽ $2 ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. അതേ സമയത്ത് നമ്മൾ ഇന്റർനാഷണൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ രണ്ടാമത്തെ പ്രത്യേകത എന്നുള്ളത് ശരിക്കും റൂമിന് ഭയങ്കര ചീപ്പ് റേറ്റ് ആണ്. വെറും $25 നല്ല സൂപ്പർ റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. $25 തരുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു 2000-2200 രൂപയ്ക്ക് വരുള്ളൂ. പക്ഷേ അതിമനോഹരമായിട്ടുള്ള റൂംസാണ്. നമ്മുടെ റൂം 8th ഫ്ലോറിലാണ്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മുടെ റൂമിലോട്ട് പോകുന്ന ഇടനാഴിയും കാണാൻ അതിമനോഹരമായിട്ടുണ്ട്. കാര്യം തന്നെ റൂംസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഭയങ്കര സൂപ്പറായിട്ടുണ്ട്, ഒരു വെറൈറ്റി ആയിട്ട് തന്നെയുണ്ട്. അങ്ങനെ നമ്മുടെ റൂമിലോട്ട് കയറി 2 ബെഡുകളാണുള്ളത്. നമുക്ക് വേണമെങ്കിൽ ചേർത്ത് വിടാം. പിന്നെ ഇവിടെ ഒരു മിനി റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ട്. ഉടൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള സൂപ്പർ അലമാരയുണ്ട് ഇവിടെ. അടുത്തത് എന്നെ പോലെ തന്നെ ആക്ച്വലി ഒട്ടുമിക്ക എല്ലാ മലയാളീസിനും ഉണ്ടാകുന്ന ഒരു മെൻറ്റാലിറ്റി തന്നെയാണ്. നമ്മൾ പോകുന്ന ഈ വാഷ്റൂം എത്രത്തോളം ക്ലീൻ ആകുന്നു അത്രത്തോളം നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അവനെ ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കാണെങ്കിലും നല്ല ക്ലീനാണ്, നീറ്റാണ്. ഷാമ്പു, ബോഡി ലോഷൻ, സോപ്പ്, പിന്നെ നമ്മുടെ ടവൽസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഈ പട്ടായിൽ ഈ ഹോട്ടലിൽ 2 ദിവസമാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ബാങ്കോക്കിലാണ്. വെള്ളം ചൂടാക്കാനും ചായയൊക്കെ ഇട്ട് കുടിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു ഹീറ്ററുണ്ട്, വാട്ടർ ഹീറ്റർ. പിന്നെ കൂടാണ്ട് അതിൻ്റെ അടുത്ത് കുറച്ച് ഈ തേയിലപ്പൊടികൾ, പഞ്ചസാര സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കോംപ്ലിമെൻ്ററിയാണ്. വലിയൊരു TV ഉണ്ട്. പിന്നെ 2 ബെഡിന് ഇടയിലായിട്ടൊരു സ്റ്റൂളുണ്ട്. സ്റ്റൂളിന് മുകളിലൊരു ഫോണൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം താഴെ റിസപ്ഷനൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോൺ യൂസ് ചെയ്യാം. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റൂളും ആ ഫോണും മാറ്റിയിട്ട് 2 ബെഡ് ചേർത്താണ് നമ്മൾ ഇടാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ബാൽക്കണി. ഒരു രക്ഷ എൻ്റെ പൊന്നോ, നല്ല കിഡിൽ ആംബിയൻസ് ആണ്. ഇവിടെ ചെറിയൊരു നമുക്ക് നാട്ടിൽ കാണുന്നതായിട്ടുള്ള പരിചിതമായിട്ടുള്ള ഒരു പൂവും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ കാണുന്ന സെൻട്രൽ പട്ടായ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗാണ്. അതൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് മോളാണ്. അടുത്തത് ഞാൻ ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയുള്ള സാധനമാണ് സ്വിമ്മിംഗ് പൂള്. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. നല്ല കിഡ് ആംബിയൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെയുള്ള എല്ലാ റൂംസിലും ബാൽക്കണി ഉണ്ട്. ഇവിടുത്തെ ബാൽക്കണിയിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ കാഴ്ചകളെല്ലാം നല്ല വിസിബിളാണ്. ഇതൊരു പഴയ ഹോട്ടലാണെങ്കിൽ തന്നെയാണെങ്കിലും നന്നായിട്ടൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിൻ്റെ ഈ ഹോട്ടലകത്താണെങ്കിലും പുറത്താണെങ്കിലും ഈ ഹോട്ടൽ ഏത് പരിസരത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ക്ലീനാണ്. ഇനി അടുത്ത 3ാമത്തെ പ്രത്യേകത എന്നുള്ളത്, ഈ ഹോട്ടൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് പട്ടായ ബീച്ചിലോട്ട് ഭയങ്കര എളുപ്പത്തിനെത്താൻ പറ്റും. അതായത് ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോഴത്തെ റോഡാണ്. റോഡിൽ നിന്ന് ഒരു 300 മീറ്റർ ജസ്റ്റ് അങ്ങോട്ട് മുമ്പിലോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പട്ടായ ബീച്ച് എത്തി. അതായത് ഈ ഹോട്ടലിൽ നിന്ന് ആ പട്ടായ ബീച്ചിൽ ദൂരം എന്ന് പറയുമ്പോഴത്തേക്ക് വെറും ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. ഈ 4ാമത്തെ പ്രത്യേകത ഉള്ളത്, നമ്മൾ ഈ ഹോട്ടലിൽ പുറത്തോട്ട് ഇറങ്ങുന്ന ഈ കോമ്പൗണ്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് കാണുന്ന റെസ്റ്റോറൻറ്റുകളിലാണെങ്കിൽ മലയാളി റെസ്റ്റോറൻറ്റ് അടക്കം ഇന്ത്യൻസ് റെസ്റ്റോറൻറ്റ് ഒരു 3-4 റെസ്റ്റോറൻറ്റുകളുണ്ട്. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ആഹാരം നമുക്ക് ഇവിടുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാവുന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ചില സമയങ്ങളിൽ ശരിക്കും നമ്മുടെ ഇന്ത്യൻസിൽ കറൻസി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണി മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇവിടുത്തെ തായ്ലാൻഡ് ബാത്തിന്, അത് തായ് ബാത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ മണി കൊടുത്തു കഴിഞ്ഞാലും ആ ഹോട്ടലുകാർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ ഹോട്ടലിനകത്തുള്ള നമ്മുടെ ഈ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഇവിടെ റൂം എടുക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്റ് കിട്ടുന്നതാണ്. ലഞ്ചും ഡിന്നറും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് റൂമിൽ എത്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ സൈറ്റ് സീയിങ്ങിനൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് രാത്രിയാവും. രാത്രിയിലെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടായിരിക്കും വരുന്നത്. ഇവിടെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ഇന്ത്യൻസിന്
കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഫുഡുകളൊന്നുമില്ല. നമുക്ക് പിന്നെ ഫെമിലിയറായിട്ട് തന്നെ ഉള്ള ഫുഡുകളൊക്കെ തന്നെയാണ് ഇവർ നിരത്തി വെച്ചിരിക്കുന്നത്. ശരിക്കും ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ താമസിക്കുന്നതിൽ ഇന്ത്യൻസ് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്ത്യൻസിന് ഫേവറായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവർ വച്ചിരിക്കുന്നത്. കാര്യം ടീ വരെ ഇന്ത്യൻ മസാല ടീ എന്നും പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബ്രെഡ് ഐറ്റംസ് ഉണ്ട്, പിന്നെ റൈസ് ഉണ്ട്, പിന്നെ കുറുമയുണ്ട്, ഉപ്മാവുണ്ട്, പിന്നെ നമ്മുടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം തന്നെ അവിടെ ഉണ്ട്. ലിമിറ്റൊന്നുമല്ല, ബൊഫയാണ്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് മതിയാവോളം നമുക്ക് ഇവിടുന്ന് കഴിക്കാം. പക്ഷേ ഇവിടുന്ന് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും കുഞ്ഞുങ്ങളാണ്ട് വേറൊരു ഡൈനിങ് ഏരിയ കൂടെ ഉണ്ട്. അത് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് പിന്നെ ഫുഡുകൾ വരുത്തി അവിടുന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പാണ്. അവിടെ ആൽക്കഹോളിക് ബിവറേജസ് ആണെങ്കിലും അവൈലബിൾ ആണ്. ഈ ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ആൽക്കഹോളിക് ബിവറേജ് ഈ ഹോട്ടലിൽ ഏത് ഭാഗത്തിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാര്യം ഞാൻ നോക്കിയപ്പോൾ ലോബിലിരുന്ന ആൾക്കാർ കഴിക്കുന്നുണ്ട്, അതേസമയത്ത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് കഴിക്കുന്നുണ്ട്. ഈ ബിയറൊക്കെ ആണെങ്കിൽ കഴിച്ച് നടന്നു വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിനൊന്നും ഇവിടെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് അതിൻ്റെ ബേസിൽ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വശം എന്നുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട സവിശേഷത എന്നുള്ളത്, ഇവിടെ താമസിക്കുകയാണെങ്കിൽ ആക്ച്വലി ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ട്രീ ടൗൺ എന്ന പേരിലുള്ള സെക്സ് സ്ട്രീറ്റ് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഒരു 3-4 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ ട്രീ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെന്ന് കാണുക. പിന്നെ പരമാവധിയിൽ ഒരിക്കലും ഫാമിലിയായിട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം അവിടെ അത്രയും നല്ല രീതിയിലുള്ള സംഭവങ്ങളല്ല അതിനകത്ത് നടക്കുന്നത്. പിന്നെ അടുത്തായിട്ട് ഈ ഹോട്ടലിൽ ഫ്രണ്ടിലായിട്ട് കുറേ എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ട്, മണി എക്സ്ചേഞ്ചുകൾ. നമുക്ക് അത്യാവശ്യം ഇവിടുന്ന് ക്യാഷൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ 9 മണി വരെയേ ഉള്ളൂ തുറന്നിരിക്കുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് കാണുന്ന വ്യൂ ആണ്. എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ലിസ്റ്റ് തരും. ആ ലിസ്റ്റിനകത്ത് നമ്മുടെ റൂമിനകത്ത് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങളുടെ ലിസ്റ്റ് അതിനകത്തുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡാമേജ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സാധനത്തിനും ഓരോ റേറ്റ് ഉണ്ട്. അത് നമ്മൾ പേ ചെയ്തിട്ട് തരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഓരോ പൊട്ടുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. തായ്ലൻഡിൽ എസ്പെഷ്യലി പട്ടായിൽ പാക്കേജ് എടുക്കാണ്ട് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണിത്. ഇതിന് മുന്നേയുള്ള വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾ ഇതുവരെയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.